ഈ രാഷ്ട്രീയം നമ്മളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുടുംബ സിനിമകളാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്. തന്നെയും എൻ്റെ സിനിമകളിലൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള ഒരാംഗിൾ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ളയിലാണ് ആദ്യമായിട്ടൊരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു സൂചന ഞാൻ കൊടുത്തത്. അതിൽ മണിയമ്പിള്ളയെ ബോധവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ തന്നെയാണ് ആവേശം ചെയ്തത്, ഗോപി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി എടുത്ത ചിത്രമുണ്ട്, എൻ്റെ രാഷ്ട്രീയ ചിത്രം. എല്ലാം കൊണ്ടും എനിക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ച, എനിക്ക് മനസ്സിൽ കാണാൻ സാധിച്ച രാഷ്ട്രീയം കലർന്ന ഒരു കുടുംബചിത്രം. അതായിരുന്നു മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച നയം വ്യക്തമാകുന്നു. ആ ചിത്രം നല്ല രീതിയിൽ ആൾക്കാർ ഉൾക്കൊള്ളുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെയും വളരെ ശബ്ദവും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ശാന്ത സുരഭിലമായ പെർഫോമൻസ് ആയിരുന്നു ആ ചിത്രം. അപ്പോൾ ആ ചിത്രത്തിലും എനിക്ക് പറയുമ്പം കുടുംബ സംവിധായകനായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ നാളെ ജെയിംസ് ബോണ്ടിനെ വെച്ചിട്ടൊരു പടം എടുത്താലും, ജെയിംസ് ബോണ്ടിനെ വെച്ചൊരു ആക്ഷൻ പടം എടുത്താലും, എൻ്റെ ജെയിംസ് ബോണ്ട് ഇടിക്കുന്ന ഓരോ ഇടിക്കും അച്ഛന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ ഉള്ള ഒരു അവകാശം കാണും. എങ്കിലേ നമുക്കതിനെ തൃപ്തി വരത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ എൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ എനിക്ക് മമ്മൂട്ടിയെ കൊണ്ട് ഒരു സന്ദേശം പറയിപ്പിക്കണമായിരുന്നു. അത് വളരെ ഇഫക്റ്റീവായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊരു പക്ഷേ ഓർമ്മിക്കുന്നുണ്ടോ, അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഗൃഹനാഥൻ, കുടുംബനാഥൻ, ശാന്തികൃഷ്ണ ഭർത്താവ്, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അതോടൊപ്പം രാഷ്ട്രീയത്തെ സ്നേഹിച്ചു പോയി. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് കുടുംബം നോക്കാതെ, കുടുംബത്തെ പരിരക്ഷിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയൊക്കെ വന്ന വിഷമിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ധർമ്മസങ്കടമായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ കാതലായ ഭാഗം. അതിലെനിക്ക് സമൂഹത്തോട് ഉണ്ടായിരുന്ന സന്ദേശം എന്ന് പറയുന്നത്, അത് ഈ രംഗമൊന്ന് മമ്മൂട്ടിയുടെ രംഗമൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉടനെ മനസ്സിലാവും. എൻ്റെ കുടുംബം ശരിയല്ല. കുടുംബമാണ് എല്ലാത്തിനും ആധാരം. കുടുംബത്തിൽ നിന്നാണ് സമൂഹം ഉണ്ടാവുന്നത്, സമൂഹം ചേർന്നാണ് രാഷ്ട്രമുണ്ടാവുന്നത്. കുടുംബത്തിൽ പരാജയപ്പെട്ട് എനിക്ക് ഒരു മന്ത്രിയുടെ കസേരയിലിരിക്കാനുള്ള യോഗ്യതയില്ല. കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ കോളേജിൽ പ്രസംഗിക്കുന്ന മന്ത്രിയായ മമ്മൂട്ടി പറയുന്ന ആ വാക്കുകൾ, അതായത് ഒരു കുടുംബത്തെ നോക്കാൻ സാധിക്കാത്ത എനിക്ക്, ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്ത എനിക്ക് ഒരു മന്ത്രിയുടെ കസേരയിലേക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്ന മെസ്സേജാണ് ഞാൻ ആ ചിത്രത്തിലൂടെ കൊടുത്തത്. അതിനിവിടുത്തെ പ്രേക്ഷകർ ഉൾക്കൊള്ളുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, ഇന്ന് ആ ധാർമ്മികത നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടോ? അത് ചോദിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന് തോന്നുന്നു. നാം അടുത്ത ഇലക്ഷന് പോവുകയാണ്, ഓൾ ഓവർ ഇന്ത്യ. ഒരു ഫേസ് കഴിഞ്ഞു. ആ അവസ്ഥയിലാണ് മന്ത്രിയുടെ PS എന്ന് പറയുന്ന എൻ്റെ പ്രതിപുരുഷൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നത്. ഇന്ന് ആ ധാർമ്മികത നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആൾക്കാർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്താണ് ഇപ്പോഴത്തെ ചില ഇടങ്ങളിലേക്ക് ആൾക്കാർ ഗമ പറയുന്ന പോലെ ഞങ്ങൾ ബീഡിയും വലിച്ച് കട്ടൻ ചായയും കുടിച്ച് വളർത്തിയ പ്രസ്ഥാനം എന്നൊക്കെ ചില നമ്പരിടും. അത് കാണുന്നത്. ഇപ്പോൾ ആരും ബീഡിയും വലിക്കാറില്ല, ആരും കട്ടൻ കാപ്പിയും കുടിക്കാറില്ല, ആരും റോഡിൽ കിടക്കാറും, എല്ലാവരും AC റൂമിൽ സുഖമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാ ഇസവും പഠിപ്പിക്കുന്നവർ. പാവങ്ങൾ ജനങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇവർ പറയുന്നതിനെ ഇവിടെ വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ ധാർമ്മികത എന്ന സാധനം, ഇപ്പോൾ ഈ മമ്മൂട്ടി പറയുന്ന ഈ ആദർശം, കുടുംബത്തെ നോക്കാൻ പരാജയപ്പെട്ട എനിക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരാനുള്ള യോഗ്യതയില്ല എന്ന ഒരു തീരുമാനത്തിലേക്കോ, അല്ലെങ്കിൽ കുടുംബത്തെ പരിരക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഞാൻ ഒരു മന്ത്രിയായിരിക്കാൻ അൺഫിറ്റാണെന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയാൽ എത്ര പേരിവിടെ മന്ത്രി കസേര ഒഴിയേണ്ടി വരും.
അത് മാത്രമല്ല നമ്മുടെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ തന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പോളിറ്റിക്സ് എന്തുമാത്രം ക്രിമിനൽസായി പോന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഒരുപാട് പേരുണ്ട്, കോടിപതികളുമുണ്ട്, അതിൻ്റെ കൂടെ ക്രിമിനൽസും ഉണ്ട്. ഇതിനെ വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികത എന്നുള്ളൊരു സംഗതി വളരെയധികം കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.